അങ്ങനെ ഇന്ന് കുട്ടികളൊക്കെ വീട്ടിലിരിക്കുന്ന ദിവസമല്ലേ, അപ്പം രാവിലെ ശർക്കരയും തേങ്ങയും ഏലക്കാപ്പൊടിയും ജീരകപ്പൊടിയും ഒക്കെ ചേർത്ത് ഞാൻ ഒരൊന്നര തേങ്ങ ചിരണ്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ? നമ്മുടെ ഗോതമ്പ് പൊടിയും കൊണ്ട് ഇലയിൽ അട ഉണ്ടാക്കാനാണ് കേട്ടോ. രാവിലെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവില്ലേ, അപ്പം അതിനുള്ള തയ്യാറെടുപ്പാണ് രാവിലെ. അങ്ങനെ ഇലയുടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ശർക്കര അരിഞ്ഞു പോകാണ്ടിരിക്കുക, അതിനാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇനി ആവി കയറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ അട ആവി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. നമുക്കത് അടച്ച് അരമണിക്കൂർ വെക്കാം. അങ്ങനെ നമ്മുടെ ഗോതമ്പട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ, നല്ല ഹെൽത്തി ആയിരിക്കും, കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവുകയും ചെയ്യും. ഞാൻ മാവ് കുഴച്ചപ്പോൾ 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്, മാവ് നല്ല സ്മൂത്തായിട്ട് കിട്ടാനായിട്ട്. നമുക്ക് ഒരെണ്ണം ഒന്ന് പൊളിച്ച് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഇലയുടെ റെഡിയായി കേട്ടോ, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതാ, ഗോതമ്പൊടി ആയത് കാരണം നല്ലൊരു കളറും ഉണ്ടാവും. പിന്നെ മൈദ ഉണക്കല്ലല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടമാവും അവർക്ക്. അങ്ങനെ നമ്മുടെ ചൂടട ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ.